Good morning, students. So we were discussing about grain size analysis. Okay, so this grain size analysis can be carried out by two methods. First is sieve analysis, second is sedimentation analysis. The sieve analysis is usually carried for coarse grain soils, and for fine grain soil we are doing sedimentation analysis or wet mechanical analysis for grain size analysis. Okay, അതായത് കോഴ്സ് ഗ്രെയിൻ സോയിൽസ് ആണെങ്കിൽ നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുക, ഫൈൻ ഗ്രെയിൻ സോയിൽ ആണെങ്കിൽ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുക. അപ്പം കോഴ്സ് ഗ്രെയിൻ സോയിൽ എന്ന് പറയുന്നത് എന്താ? സോയിൽ വിത്ത് പാർട്ടിക്കിൾ സൈസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 75 മൈക്രോൺ, അതായത് 0.075 mm കൂടുതൽ സൈസുള്ള പാർട്ടിക്കിളാണ് കോഴ്സ് ഗ്രെയിൻ സോയിൽ. സാൻഡ്, ഗ്രേവൽ, കോബ്ലർ, ബോൾഡേഴ്സ് എക്സെട്ര. അതുപോലെ 0.075 mm ഓർ 75 മൈക്രോണേക്കാളും ചെറിയ സൈസുള്ള പാർട്ടിക്കിളാണ് ഫൈൻ ഗ്രെയിൻ സോയിൽ. എക്സാമ്പിൾ സിൽറ്റ്, ക്ലേ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് നമ്മൾ സീവ് അനാലിസിസ് വഴിയാണ് ഗ്രെയിൻ സൈസ് അനാലിസിസ് ചെയ്യുക. ഫൈൻ ഗ്രെയിൻഡ് സോയിലാണെങ്കിൽ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സീവ് അനാലിസിസ് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീവ്സിൻ്റെ സൈസ്, അറേഞ്ച്മെൻറ്റ്, പിന്നെ പഠിച്ചത് ഡെഫിനിഷൻസ് ആണ്. സീവ് അനാലിസിസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേവ് പഠിച്ചു. അപ്പോൾ ഈ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കേവിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് D10, D30, D60. അത് വെച്ചിട്ട് യൂണിഫോമിറ്റി കോഷ്യൻ്റ്, കോഷ്യൻ ഓഫ് കർവേച്ചർ എക്സെട്ര. ഓക്കെ, ഇനി ഇൻ ടുഡേയ്സ് ലെക്ചർ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് sedimentation analysis. Okay, and as I had told, the sedimentation analysis is used for particle size distribution of soil particles which is finer than 75 micron, and the sedimentation analysis is based on Stokes law. Okay, so what is Stokes law? I think you have studied this Stokes law in your fluid mechanics portion. Okay, according to Stokes law, the velocity at which grain settles out of suspension, all other factors being equal, is dependent upon shape, weight and size of grains, and coarser particle will settle more quickly than finer ones. Okay, അപ്പോൾ ഈ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ പഠിച്ചതാണ്. അതായത് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിളിൽ ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ നമ്മളൊരു പാർട്ടിക്കിൾ ഗ്രെയിൻസ് ഇടുകയാണെങ്കിൽ, അതായത് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, ഒരു സോളിഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്രെയിൻസ് ഇടുകയാണെങ്കിൽ അതെന്ത് പറ്റും? അത് താഴേക്ക് സെറ്റിൽ ചെയ്യും, അല്ലേ? താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആദ്യം അത് ഇൻക്രീസ് ആവും. നമ്മൾ ഈ ഗ്രെയിൻസ് ലിക്വിഡ് മീഡിയത്തിൽ ഇട്ടപാട് ആദ്യം അതിൻ്റെ വെലോസിറ്റി കൂടി വരും. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. ആ വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, ആ ടെർമിനൽ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്സ് ലോ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ the velocity at which grains settle out of suspension, ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ ഈ ഗ്രെയിൻസ് സെറ്റിൽ ചെയ്യുന്ന ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ഷേപ്പ്, വെയ്റ്റ് ആൻഡ് സൈസ് ഓഫ് ഗ്രെയിൻസ്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സ്റ്റോക്സ് ലോ വെച്ചിട്ട് ഈ ടെർമിനൽ വെലോസിറ്റിക്കുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിലെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് കാര്യം, കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിളായിരിക്കും വേഗത്തിൽ സെറ്റിൽ ചെയ്യുക, ദെൻ ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾ, അല്ലേ? കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുമ്പം സാൻഡ്, ഗ്രേവൽ അതൊക്കെ. അപ്പോൾ അതിന് വെയിറ്റും കൂടുതലായിരിക്കും, അതിൻ്റെ സൈസും കൂടുതലായതുകൊണ്ട് അതാണ് ഫൈനേക്കാളും വേഗത്തിൽ സെറ്റിൽ ആവുക. ഓക്കെ, അതായത് ഇഫ് എ സിംഗിൾ സ്ഫിയർ ഈസ് അലൗഡ് ടു ഫോൾ ഫ്രീലി ത്രൂ എ ലിക്വിഡ് ഓഫ് ഇൻഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ്, ഇറ്റ്സ് വെലോസിറ്റി വിൽ ഫസ്റ്റ് ഇൻക്രീസ് റാപ്പിഡ്ലി അണ്ടർ ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, but a constant velocity called terminal velocity is reached within a short time. ഓക്കെ, അതായത് ഒരു ഫ്രീ ഫോൾ പാർട്ടിക്കിൾ ലിക്വിഡ് മീഡിയത്തിലേക്ക് വീഴുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ വെലോസിറ്റി പെട്ടെന്ന് ഇൻക്രീസ് ആവും ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ല? ആദ്യം അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവും, പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ എന്ത് പറ്റും? അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ദാറ്റ് വെലോസിറ്റി ഈസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പം ഈ ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് സ്റ്റോക്സ് ലോ പ്രകാരം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ടെർമിനൽ വെലോസിറ്റി ഓഫ് സിംഗിൾ ഗ്രെയിൻ വിത്ത് ഡയമീറ്റർ D is equal to gamma S minus gamma T divided by 18 nu into D square. That is, velocity is proportional to D square. അതായത് വെലോസിറ്റി ബാക്കി എല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വെലോസിറ്റി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ ഡയമീറ്റർ കൂടിയ പാർട്ടിക്കിൾ വേഗം സെറ്റിലാവും, ഡയമീറ്റർ കുറഞ്ഞ പാർട്ടിക്കിൾ കുറച്ച് മെല്ലനെ സെറ്റിലാവും. ഓക്കെ, ബിക്കോസ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ. അതുകൊണ്ട് കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിളും ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിളും ഒരുമിച്ച് നമ്മൾ ഇടുകയാണെങ്കിൽ കോഴ്സ് ഗ്രെയിൻ പാർട്ടിക്കിളായിരിക്കും വേഗം സെറ്റിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ടേംസ് നോക്കാം. അപ്പോൾ V എന്ന് പറയുന്നത് ടെർമിനൽ വെലോസിറ്റി വിത്ത് terminal velocity of the soil grain.
D എന്ന് പറയുന്നത് diameter of the grain in centimeter. Okay. Then gamma S എന്ന് പറയുന്നത് unit weight of soil grainൻ്റെ unit weight. And gamma L എന്ന് പറയുന്നത് unit weight of the liquid. ഏത് ലിക്വിഡിലാണോ നമ്മൾ സോയിൽ ഗ്രെയിൻ ഇടുന്നത് അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ എൽ. ഇനി ഈറ്റ എന്ന് പറയുന്നത് എന്താ, വിസ്കോസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഓക്കെ. ദെൻ മ്യൂ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഇൻ പോയിസ്. അപ്പോൾ അതിൽ കൺവേർഷൻ മ്യൂ ബൈ ജി ആണ് ഈറ്റ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ FM ആ ബേസിക്സിൽ പഠിച്ച കാര്യമാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പോർഷൻ നോക്കുക. ഓക്കെ. ദെൻ ജി എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ. അപ്പോൾ ഇതാണ് സ്റ്റോക്സ് ലോ. ഓക്കെ. So Stokes law gives explanation or equation for terminal velocity of soil grain with diameter d. This velocity or terminal velocity is directly proportional to square of the diameter. Next is the limitations of Stokes law to grain size analysis. Okay, so the first limitation is this Stokes law have some assumptions. So based on that assumptions, we have derived that equation. Okay, in one of the assumption is it's assumed that the falling grain is spherical. Okay, but actually the finer particles are never truly spherical. Okay, so the assumption is not actually correct according to our practical media. അപ്പോൾ അതാണ് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റോക്സ് ലോയിൽ പറയുന്നത് ദിസ് falling grains are spherical എന്നാണ്, പക്ഷേ ആക്ച്വലി അത് spherical അല്ല. Then second assumption, suspension is assumed as infinite. അപ്പം സസ്പെൻഷൻ ആ മീഡിയം ഇൻഫൈനൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് എന്ത് സ്റ്റോക്സ് ലോ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി എക്സ്റ്റെൻറ്റ് ഓഫ് ലിക്വിഡ് ഇൻ എ ഗ്ലാസ് ജാർ ഇസ് ലിമിറ്റഡ്. ദാറ്റ് ഈസ് ഇഫ് ദ ലിക്വിഡ് ഈസ് ഇൻ എ ഗ്ലാസ് ജാർ ആൻഡ് സോ ഇറ്റ്സ് എക്സ്റ്റെൻറ്റ് വിൽ ബി ലിമിറ്റഡ്. അപ്പോൾ അതോടെ ഇൻഫൈനൈറ്റ് എക്സ്റ്റെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ആ ജാറിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഇൻഫൈനൈറ്റ് ആണെന്ന് എല്ലാ കേസിലും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ദെൻ തേർഡ് അസംഷൻ, ആവറേജ് വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഗ്രെയിൻ ഈസ് യൂസ്ഡ്. That is, in Stokes law, average value of specific gravity is used, but in actual case, some of the grains may have different specific gravity. അപ്പോൾ നമ്മളൊരു ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഈ നമ്മുടെ സ്റ്റോക്സ് ലോയിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ഗ്രെയിൻസ് ഉണ്ടാവും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഗ്രെയിൻസിനും ഓരോ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ നമുക്ക് ഈ ആവറേജ് വാല്യൂ എടുത്താൽ കറക്റ്റ് വാല്യൂ കിട്ടില്ല. Last assumption, the finer grains of soil carry charges on the surface and have a tendency to flock formation. So the diameter measured will be the diameter of the flock and not of the individual grain. That is an important drawback. അതായത് നമ്മൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ക്ലേ പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. അതായത് ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആകുമ്പം അതിന് യൂഷ്വലി അതിൻ്റെ സർഫേസിൽ ചാർജസ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജ് ഉണ്ടാകുമ്പോൾ, അതായത് ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടാകുമ്പോൾ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാകുമ്പോൾ രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലോക്ക് ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ഫ്ലോക്ക് ഫോം ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്രെയിൻ ഡയമീറ്റർ ആണ് D എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫ്ലോക്ക് ഫോം ചെയ്യുമ്പോൾ അതിന് ഡയമീറ്റർ എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കറക്റ്റ് ആയിരിക്കില്ല, ബിക്കോസ് ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് ഫ്ലോക്ക് ആൻഡ് ദിസ് ഫ്ലോക്ക് വിൽ സെറ്റിൽ ഇൻ ദ ലിക്വിഡ്. So the terminal velocity will be actually that of flock, but we are calculating the diameter of individual grain. So there is contradiction. Okay. So these are the limitations of Stokes law to grain size analysis. Next we can do one problem. A soil sample ranging from 0.070 cm to 0.001 cm is put on surface of still water tank 4 meter deep. Find time required for the first and also the last particle to reach the bottom of the tank. Assume G, that is specific gravity is equal to 2.65 and viscosity as 0.008 poise. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു 4 മീറ്റർ ഡെപ്തിലുള്ള ഒരു ടാങ്ക് ഉണ്ട്. അതിൽ സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് നമ്മളെടുക്കുന്ന ഗ്രെയിൻ്റെ സൈസിൻ്റെ വേരിയേഷൻ 0.07 സെൻറ്റിമീറ്റർ മുതൽ 0.001 സെൻറ്റിമീറ്ററിൽ അത്രയും ഗ്രെയിൻസ് അതിലിടും. അപ്പോൾ അതെന്ത് പറ്റും, താഴോട്ടേക്ക്, അതായത് 4 മീറ്റർ ഡെപ്തുള്ള വാട്ടർ ടാങ്കിലേക്ക് സെറ്റിലാവും. ഓക്കെ. അപ്പോൾ കാണേണ്ടത് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പാർട്ടിക്കിൾ ടു റീച്ച് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. അപ്പോൾ ഇത്രയും പാർട്ടിക്കിൾ ആദ്യത്തെ പാർട്ടിക്കിൾ, അതായത് ഏറ്റവും ആദ്യം താഴെ എത്തുന്ന പാർട്ടിക്കിളിന് അത് ട്രാവൽ ചെയ്യാനെടുത്ത ടൈമും അതുപോലെ ലാസ്റ്റ് താഴെ എത്തുന്ന പാർട്ടിക്കിളിന് അത് താഴെ എത്താനെടുത്ത ടൈമുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മൾ സ്റ്റോക്സ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്റ്റോക്സ് ലോ വെച്ചിട്ട് നമുക്ക് ആ ടെർമിനൽ വെലോസിറ്റി കിട്ടും. ഓക്കെ. അപ്പോൾ ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ നമുക്കിവിടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിട്ടുള്ളത്. അതായത് നമ്മളെടുക്കുന്ന സോയിൽ ഗ്രെയിൻ്റെ
യൂണിറ്റ് വെയിറ്റ് തന്നിട്ടില്ല, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ ഗാമ എസ് ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗാമ എസ് കിട്ടും. ദെൻ ഈറ്റ എന്ന് പറയുന്നത് ഇവിടെ വിസ്കോസിറ്റി പോയിസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മ്യൂ ബൈ ജി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഗ്രാം സെക്കൻഡ്സ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിലെല്ലാം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. ഇപ്പോൾ ടാങ്കിൻ്റെ ഡെപ്തായാലും 4 മീറ്റർ ആകുമ്പോൾ അതിന് സെൻറ്റിമീറ്ററിൽ 400 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, എല്ലാം സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഫോർ ദ ലാർജസ്റ്റ് പാർട്ടിക്കിൾ. നമുക്ക് 2 പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്, ഇത് സ്മോളസ്റ്റ് പാർട്ടിക്കിളും ഇത് ലാർജസ്റ്റ് പാർട്ടിക്കിളും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ആദ്യം നമുക്ക് ലാർജസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ടെർമിനൽ വെലോസിറ്റി കാണാം. അപ്പം ദിസ് ഇൻറ്റു ഡയമീറ്റർ, അപ്പം ലാർജസ്റ്റ് പാർട്ടിക്കിൾ 0.07 കൊടുക്കുക, ബാക്കി എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി ഫോർ ദ ലാർജസ്റ്റ് പാർട്ടിക്കിൾ 55.06 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, അപ്പം ടൈം റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് പാർട്ടിക്കിൾ ടു റീച്ച് ദ ബോട്ടം. അപ്പോൾ ഈ ലാർജസ്റ്റ് പാർട്ടിക്കിൾ താഴെ എത്താനുള്ള ടൈം ടി എന്ന് പറയുന്നത് ദാറ്റ് ഡെപ്ത് ഡിവൈഡ് ബൈ വെലോസിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെപ്ത് ബൈ ടൈം. അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഡെപ്ത് ബൈ വെലോസിറ്റി. അപ്പം അത് 400/55, അതായത് ഞാൻ പറഞ്ഞു എല്ലാം സെൻറ്റിമീറ്ററിൽ ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് 4 മീറ്റർ ഉള്ളത് 400 സെൻറ്റിമീറ്ററായി 400/55 7.27 സെക്കൻഡ്സ്. ഇതാണ് ഒരു ആൻസർ. ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഫസ്റ്റും ലാസ്റ്റ് പാർട്ടിക്കിളിൻ്റെയും വേണം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിൾ, അതായത് ലാർജസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ടൈം എന്ന് പറയുന്നത് 7.27 സെക്കൻഡ്. അതേപോലെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യാനെടുത്ത ടൈമും കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സെയിം ഇക്വേഷനിൽ ഇവിടെ 0.001 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വെലോസിറ്റി V2 എന്ന് പറയുന്നത് 0.0112 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ദെൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക, ഡെപ്ത് ബൈ ദിസ് വെലോസിറ്റി. അപ്പോൾ എടുത്ത ടൈം 593.27 മിനിറ്റ്സാണ് കിട്ടുക. ഓക്കെ, അതായത് ഇത്രയും സെക്കൻഡ്സ് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. പിന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് മിനിറ്റ്സിലായതുകൊണ്ട് മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ഒരുപാട് ടൈം എടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ലാർജസ്റ്റ് പാർട്ടിക്കിളാണ് വേഗം സെറ്റിൽ ചെയ്യുക, സ്മോളസ്റ്റ് പാർട്ടിക്കിളിന് ഒരുപാട് ടൈം എടുക്കും. ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യാം. ഓക്കെ, so this is about Stokes law. Then in the next video I will discuss about hydrometer analysis or pipette analysis. Thank you.